നമസ്കാരം, മീഡിയ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കൈവന്ന 1 കോടി രൂപയുടെ നവീകരണ മികവും ഒത്തുചേർന്നപ്പോൾ മാന്തുക ഗവൺമെന്റ് യു പി സ്കൂൾ ഇന്ന് കേരളത്തിന്റെ വികസന മാതൃകയായി തലയുയർത്തി നിൽക്കുന്നു. താൻ പഠിച്ചു വളർന്ന 7ാം ക്ലാസ്സിലെ ആ പഴയ വിദ്യാലയം ഇന്ന് കാലത്തിനൊപ്പം മാറി അതിനൂതനമായ പഠന സൗകര്യങ്ങളാൽ സമ്പന്നമാകുന്നത് കാണുമ്പോൾ അത് കേവലം ഒരു കെട്ടിടത്തിന്റെ മാത്രം മാറ്റമല്ല, മറിച്ച് വരും തലമുറയ്ക്കായി സർക്കാർ ഒരുക്കുന്ന വലിയൊരു വാഗ്ദാനമാണെന്ന് ബെന്യാമിൻ സാക്ഷ്യപ്പെടുത്തുന്നു. അക്ഷരങ്ങൾ കൊണ്ട് ലോകം ജയിച്ച ഒരു വിശ്വസാഹിത്യകാരൻ തന്റെ സർഗയാത്രയ്ക്ക് വിത്തുപാകിയ മാതൃവിദ്യാലയത്തിന്റെ മുറ്റത്ത് തിരിച്ചെത്തുമ്പോൾ അവിടെ പഴമയുടെ ഗ്രഹാതുരത്വവും പുതിയ യുഗത്തിന്റെ ഹൈടെക് വിപ്ലവവും ഒരുപോലെ പുഞ്ചിരിക്കുന്നു. മാന്തുക ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ മുമ്പിലെത്തുമ്പോഴൊക്കെ വല്ലാത്ത ഒരു ഗ്രഹാതുരതയാണ് അനുഭവപ്പെടുന്നത്. ആദ്യമായി അക്ഷരങ്ങളും അറിവും ആർജിച്ച ഇടം, സൗഹൃദങ്ങൾ നേടിയ ഇടം, കളിക്കളങ്ങളെ പരിചയപ്പെട്ട ഇടം, അങ്ങനെ എല്ലാം കൊണ്ടും ലോകത്തിനോട് പരിചയപ്പെട്ട ഒരു ഇടമെന്ന നിലയിൽ വല്ലാത്ത ഒരു സ്നേഹമാണ് സ്കൂളിനോട് എപ്പോഴും ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ 100 വർഷമായി എത്രയോ 1000 വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന ഒരിടം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്ന ഒരു അറിവ് വല്ലാത്ത ഒരു നിറവാണ് എപ്പോഴും സമ്മാനിക്കുന്നത്. ഏതാണ്ട് 10 വർഷം മുമ്പ് ഈ സ്കൂൾ ഏതാണ്ട് പൂർണ്ണമായും അടച്ച് പൂട്ടും എന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏതാണ്ട് 40% വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാരും ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതോടുകൂടി അങ്ങനെ കേരളത്തിലെ ഒരു വിദ്യാലയവും അടച്ചുപൂട്ടാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കുകയും മറ്റനേകം വിദ്യാലയങ്ങളെപ്പോലെ മാന്തുക സ്കൂളും സംരക്ഷിക്കുകയും അതിന് പുതിയ നിറവ് സമ്മാനിക്കുകയും ചെയ്തതോടുകൂടി ഈ വിദ്യാലയം അതിൻ്റെ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വകാര്യ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതൊക്കെ വെറുതെ അങ്ങ് സംഭവിച്ചതല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്ന ഒരു തോന്നലിൽ നിന്ന്, ഒരു നിശ്ചയദാർഢ്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. കൃത്യമായ സമയത്ത് പാഠപുസ്തകങ്ങൾ എത്തുന്നു. അവർക്ക് പാഠ്യേതര പദ്ധതികളിൽ വലിയ ഊർജവും ഉന്മേഷവും ഒക്കെ സമ്മാനിക്കുന്നു. എന്നതോടുകൂടി പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ ഇടങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അക്കൂട്ടത്തിലൊന്നാണ് എൻ്റെയും അഭിമാനമായ മാന്തുക സ്കൂൾ എന്നുള്ളത്. വലിയ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഇച്ഛാശക്തിയുള്ള ഈ സർക്കാർ ഇനിയും തുടരുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ സ്കൂളിൻ്റെ ഈ വരാന്തകളിലൂടെ ഇങ്ങനെ നടക്കുന്നത്. വലിയ സന്തോഷവും തോന്നുന്ന ഒരനുഭവം. സന്തോഷം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.